ഹായ് ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അപ്പോൾ ഞാൻ പുതിയൊരു വീഡിയോയുമായി വീണ്ടും നിങ്ങളെ കാണാൻ വന്നിരിക്കുകയാണ്. ഇന്നുണ്ടാക്കുന്നത് ഒരു കൊഞ്ച് റോസ്റ്റാണ്. അപ്പോൾ കൊഞ്ച് എല്ലാം വാങ്ങി നല്ല പോലെ എടുത്ത് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് റോസ്റ്റ് ചെയ്യാനായിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ റോസ്റ്റ് ചെയ്യാനായിട്ട് സവാള, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, തക്കാളി ഇത്രയുമാണ്. ഇതെല്ലാം നമുക്ക് അരിഞ്ഞ് വൃത്തിയാക്കി എടുക്കാം. ഓക്കെ, അരിഞ്ഞെല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. നമുക്ക് ചീനിച്ചട്ടി വെച്ച് കടുക് വറുത്ത് മുളകെല്ലാം ഇട്ടതിന് ശേഷം നമുക്ക് ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ഓരോന്നായിട്ട് അതിലേക്ക് ഇട്ട് നന്നായി വഴറ്റിയെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടല്ലോ അല്ലേ? എല്ലാവരും എൻ്റെ വീഡിയോസൊക്കെ കാണുകയും കമൻറ്റ് ചെയ്യുകയും സബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഒക്കെ ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും കമൻസിലൂടെ അറിയിക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ വഴറ്റി ഏകദേശം ഒരു ഇതിലോട്ടൊക്കെ ആവാറായി. നമുക്കിനി തക്കാളി ഇടാൻ സമയമായി. നല്ല പഴുത്ത ഒരു തക്കാളി ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമുക്കതും കൂടെ ഇട്ട് നന്നായിട്ട് ഇളക്കി അടച്ചു വെച്ച് കുറച്ച് നേരം വേവിക്കാം. ഓക്കെ, ഇപ്പോൾ ഏകദേശം തക്കാളിയും സവാളയും എല്ലാം ഒഴുകി ചേർന്ന് നമുക്കിനി അടച്ചു വയ്ക്കാം. അതിനുശേഷം ഇവിടെയുള്ള മസാലകൾ നോക്കാം. മസാലകൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കറി മസാല, മല്ലിപ്പൊടി, കുരുമുളക് പൊടി ഇത്രയുമാണ് വേണ്ടത്. ഇതെല്ലാം നമുക്ക് ഡയറക്റ്റ് ഗോൾഡൻ കളറായ സവാളയിലോട്ട് തട്ടി നന്നായിട്ട് പച്ച മണം മാറുന്നത് വരെ നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഓക്കെ, ഏകദേശമായിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിനെ ചട്ടിയിലോട്ട് കൊഞ്ചെല്ലാം വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഒഴിച്ചു കൊടുത്ത് പിന്നെ അതിൽ വെച്ച് വേവിച്ചാണ് എടുക്കുന്നത്. ഇങ്ങനെ ചെയ്യുന്നത് എന്തിനെന്ന് വെച്ചാൽ ആ കൊഞ്ച് വേവുമ്പോൾ നമ്മൾ ഈ മസാലയിലുള്ള മുളകും ഉപ്പും എല്ലാം തക്കാളിയുടെ പുളിപ്പും എല്ലാം ആ കൊഞ്ചിലോട്ട് ചേർന്ന് കിടന്ന് വെന്ത് വരുന്ന നല്ല ടേസ്റ്റായിരിക്കും. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ ചട്ടിയിലെല്ലാം കൊഞ്ചെല്ലാം റെഡിയാക്കി വെച്ച് നമുക്കിനി പിന്നെ ഇതെല്ലാം കൂട്ടും മസാല എല്ലാം അതിലോട്ട് ഒഴിച്ച് ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ച് നന്നായിട്ട് അടച്ച് വെച്ച് തിളപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് ഞാനിപ്പോൾ ഇവിടെ കുറച്ച് കറിയായിട്ടാണ് എടുത്തത്. റോസ്റ്റ് കറക്റ്റ് ഇങ്ങനെ പെരട്ടി എടുത്തില്ല കുറച്ച്, കാരണം ഇന്ന് വേറെ കറിയൊന്നും ഉണ്ടാക്കാത്തതുകൊണ്ട് ഇതിനെ തന്നെ കറിയാക്കി എടുക്കാൻ വേണ്ടി കുറച്ചിട്ട് പിന്നെ കുറച്ച് കറിവേപ്പില, കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടു. അതിൻ്റെ ഇത് വീഡിയോ എടുക്കാൻ വിട്ടുപോയി. ഓക്കെ, അപ്പോൾ ഏകദേശം എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തിളയ്ക്കാനായിട്ട് വെക്കാം. തിളച്ചൊന്ന് ചെറുതായിട്ടൊന്ന് വറ്റി വരുമ്പോൾ നമുക്ക് ഇത് ക്ലിയർ ആവും. ഓക്കെ, അപ്പോൾ ഇവിടെ കൊഞ്ച് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കണം. ഓക്കെ, ബൈ. അപ്പോൾ നമുക്ക് ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.